മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാൻ വൈകുന്നതിനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. ഇത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്നു എന്നായിരുന്നു വിമർശനം. സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞാലുടൻ രവീന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു എന്ന വാർത്തയും പുറത്തുവന്നു. രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിൽ പാർട്ടിക്ക് എതിർപ്പില്ലെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന A. വിജയരാഘവൻ യോഗത്തിൽ വിശദീകരിച്ചു. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കേണ്ടതില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സെക്രട്ടേറിയറ്റിന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് രവീന്ദ്രനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒഴിവാക്കുമെന്നും സൂചനയുണ്ട്. തീരുമാനവും ഉടൻ ഉണ്ടായേക്കും. ആരോഗ്യ കാരണങ്ങളാൽ അവധി അനുവദിക്കാനാണ് നീക്കം. സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഈ അഭിപ്രായം ഉയർന്നു. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ രവീന്ദ്രൻ ഹാജരാകണമെന്ന നിലപാടാണ് പാർട്ടിയിൽ മുൻതൂക്കമുള്ളത്. മകൻ കേസിലകപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറിയെ മാറ്റി നിർത്താമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രവീന്ദ്രനെയും ഒഴിവാക്കാമെന്ന് മുതിർന്ന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. കോവിഡ് അനന്തര ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രവീന്ദ്രനോട് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഫിസിയോതെറാപ്പിയും വിശ്രമവും ആവശ്യമാണെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. കഴിഞ്ഞ 25-ന് ICUവിൽ പ്രവേശിക്കപ്പെട്ട രവീന്ദ്രന് വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ച് ആശുപത്രി അധികൃതർ എൻഫോഴ്സ്മെന്റിന് മെഡിക്കൽ രേഖകൾ കൈമാറിയിരുന്നു. അടുത്തയാഴ്ച ഹാജരാകാൻ ED വീണ്ടും നോട്ടീസ് നൽകും. വടകരയിലെ 3 വ്യാപാര സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. സ്വർണ്ണക്കടത്തു കേസിലെ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡെന്നാണ് സൂചന. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഇലക്ട്രോണിക് കടകളിലും ഒരു വസ്ത്രശാലയിലുമായിരുന്നു എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന. രേഖകൾ പരിശോധിച്ച ED സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള മൂലധനം എവിടെ നിന്നാണെന്നും ചോദിച്ചറിഞ്ഞു. സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന KM ഷാജഹാൻ പരാതി നൽകിയിരുന്നു. EDയുടെ കൊച്ചി യൂണിറ്റിലെ 2 ഉദ്യോഗസ്ഥരും കോഴിക്കോട് യൂണിറ്റിലെ 1 ഉദ്യോഗസ്ഥനുമാണ് പരിശോധനയ്ക്കെത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.